ശ്രീ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മന്ത്രി. അന്നൊരു പ്രധാന തീരുമാനം ഇവരെടുത്തിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ള പഴയ ഉരുളി, ചെമ്പ്, വിളക്കുകൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കളായിട്ടുള്ള എല്ലാം വിൽക്കാൻ തീരുമാനിച്ചു, ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ശക്തമായി എതിർത്തു. ഞാൻ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൊടുത്തു. അന്നും അവരിതിനെ ന്യായീകരിക്കുകയായിരുന്നു. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള ഈ പഴയ ഉരുപ്പടികൾ, അന്ന് എന്നോട് പറഞ്ഞത് ഇതൊന്നും വെക്കാൻ സ്ഥലമില്ലെന്നാണ്. ഇതൊന്നും വെക്കാൻ ക്ഷേത്രത്തിൽ സ്ഥലമില്ല. അവിടെ തുടങ്ങിയതാണ് ഈ കൊള്ളയുടെ ആരംഭം. ഞാൻ കത്ത് കൊടുത്ത് നിയമസഭയ്ക്കകത്ത് ഇത് ഉന്നയിച്ച ശേഷമാണ് അത് നിർത്തിവെച്ചത്. നിങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ റെക്കോർഡുകൾ പരിശോധിക്കാവുന്നതാണ്. ഈ കൊള്ളയ്ക്ക് വലിയ വ്യാപ്തിയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ പുരാവസ്തുക്കളും വിറ്റുതൊലയ്ക്കാനും അതിൽ നിന്ന് വൻതോതിലുള്ള പണം ഉണ്ടാക്കാനുമുള്ള ആസൂത്രിതമായൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് വ്യക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.